അത് താങ്കൾ പറഞ്ഞു കമ്മ്യൂണിസ്റ്റുകാർ ഹിസ് ഹൈനസ് എന്ന നിലയിൽ ഞങ്ങൾ ആരെയും കാണാറില്ല, അങ്ങനെയുണ്ടെങ്കിൽ അത് തന്ത്രി കുടുംബത്തിൽ ആരെങ്കിലും ആയിക്കൂടെ എന്നൊക്കെ ചോദിച്ചതുകൊണ്ട് ഞാൻ പറയുകയാണ്, എ പത്മകുമാറിനെ പോലെ വിശ്വാസിയായിട്ടുള്ള ഒരാളുടെ മനസ്സിൽ ദൈവത്തിന്റെ സ്ഥാനത്ത് നിൽക്കുന്ന ഒരാൾ എന്നൊരർത്ഥം അതിന് സ്വാഭാവികമായും വേണമെങ്കിൽ കൽപ്പിക്കാം എന്നേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. അതിൽ മറ്റ് താത്വിക പ്രശ്നങ്ങളൊന്നുമില്ല. ശരി, അപ്പോൾ ഇല്ല, ഇതിലൊരു താത്വിക അവലോകനത്തിൻ്റെ അവകാശവാദമൊന്നും ഞാൻ ഉന്നയിക്കുന്നില്ല. മറിച്ച് ഇത് വളരെ കൃത്യമായിട്ട് SIT നടത്തുന്ന അന്വേഷണമാണ്. പക്ഷേ നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുന്നത് പോലെ SIT നിശ്ചയിച്ചത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയാണെങ്കിലും ഈ അന്വേഷണത്തിൻ്റെ തുടക്കമെന്ന് പറയുന്നത് സംസ്ഥാന ആഭ്യന്തര വകുപ്പിൻ്റെ കീഴിലുള്ള തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ വിജിലൻസ് വിഭാഗം നടത്തിയിട്ടുള്ള പ്രാഥമിക അന്വേഷണത്തിലാണ് ഇത്തരം ഗൗരവതരമായിട്ടുള്ള കുറ്റകൃത്യം നടന്നു എന്ന കാര്യം ബോധ്യപ്പെട്ടിട്ടുള്ളത്. അതൊരു സൂപ്രണ്ട്, പോലീസിലുള്ള ഒരു സൂപ്രണ്ട് നേതൃത്വത്തിലുള്ള ഒരു സമിതിയാണ്, അല്ലെങ്കിൽ ഒരു വിങ്ങാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ വിജിലൻസ് വിങ് എന്ന് പറയുന്നത്. വിജിലൻസ് വിങ് നൽകിയിട്ടുള്ള റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് സുവോ മോട്ടോ ആയിട്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇത്തരം ഒരു ക്രമക്കേട് ശബരിമലയിൽ നടന്നു എന്ന ബോധ്യമുണ്ടായിട്ടുള്ളത്. ആ ബോധ്യത്തിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇത്തരം നടപടിക്രമങ്ങളിലേക്ക് തെറ്റിദ്ധരിപ്പിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളുടെ ഇടയിൽ നമ്മൾ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കേണ്ട കാര്യമില്ല. കാരണം താങ്കൾ പറഞ്ഞതുപോലെ തിരുവിതാംകൂർ ദേവസ്വം വിജിലൻസ് ഈ കാര്യങ്ങളിൽ പരിശോധനകൾ നടത്തിയിട്ടുണ്ട്, റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. 475 ഗ്രാം സ്വർണം നഷ്ടമായി എന്ന റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. അതിനപ്പുറത്ത്, അതായത് അത് ഒന്നോ രണ്ടോ പേരിലേക്ക്, അല്ലെങ്കിൽ അതൊരു സ്വാഭാവിക ഉദ്യോഗസ്ഥ വീഴ്ച എന്നതിലേക്ക് എത്തുമായിരുന്ന, അല്ലെങ്കിൽ എത്തിയേക്കാമായിരുന്ന ഒരു നിഗമനത്തെ, അതിനും അപ്പുറത്ത് വ്യാപ്തിയുള്ള ഒരു വലിയ തട്ടിപ്പും ആസൂത്രണവും ഇതിന് പിന്നിൽ നടന്നിട്ടുണ്ട് എന്നതിലേക്ക് വെളിച്ചം വീശുന്നതായിരുന്നു കോടതിയുടെ ഇടപെടൽ, അതിനെ തുടർന്ന് രൂപീകരിക്കപ്പെട്ട SITയുടെ പ്രവർത്തനങ്ങൾ. അതുകൊണ്ടാണ് രാജ്യാന്തര തലത്തിൽ വരെ ഇതിൻ്റെ വേരുകൾ ആണ്ടുപോയിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ടി വരുന്നത്. ഈ കൊള്ള ഒന്നോ രണ്ടോ ഉദ്യോഗസ്ഥരോ ഒന്നോ രണ്ടോ പിന്നെ ഈ ശബരിമലയുമായി ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലുള്ള സ്പോൺസറിലേക്കോ ഒതുങ്ങുന്നതല്ല. അയാൾ വിദേശത്ത് നടത്തിയിട്ടുള്ള, പ്രത്യേകിച്ച് ഈജിപ്തിലേക്കും ഇംഗ്ലണ്ടിലേക്കും ഒക്കെ നടത്തിയിട്ടുള്ള വിദേശയാത്രകൾ അടക്കം, അയാളുടെ ബന്ധങ്ങൾ, അതോടൊപ്പം പുറത്തു കൊണ്ടുപോയി ഈ അയ്യപ്പൻ്റെ മുതൽ വിറ്റിട്ടുണ്ടോ എന്നുള്ള തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലേക്കൊക്കെ അന്വേഷണം നടക്കുന്ന വ്യാപ്തിയുള്ള ഒരു രാജ്യാന്തര ബന്ധം സംശയിക്കപ്പെടുന്ന ഒരു കേസാണിത്. അതുകൊണ്ട് ഇത് ഒന്നോ രണ്ടോ മൂന്നോ പ്രതികളിൽ ഒതുങ്ങുന്ന ഒന്നാണെന്ന് നമുക്ക് കരുതാനേ കഴിയില്ല. ആ വ്യാപ്തി ഇപ്പോൾ ഈ കേസിലുണ്ട്. പക്ഷേ ഇതിനൊക്കെ ആസൂത്രകരായി നിന്ന, ഇതിൻ്റെ നടത്തിപ്പുകാരായി നിന്ന, ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവർ ആരൊക്കെ എന്ന കാര്യത്തിൽ 1, 2, 3, 4 എന്ന് അക്കമിട്ട് പറയാൻ പറ്റുന്ന രീതിയിലേക്ക് ഈ അന്വേഷണം എത്തുമോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അവിടെ ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനിലേക്ക് അന്വേഷണം പോകാൻ ഇടവരുന്ന ഒരു സാഹചര്യം ഇപ്പോഴുണ്ട്. അത് ഇപ്പോൾ കസ്റ്റഡിയിലായിരിക്കുന്ന ഈ എ പത്മകുമാറിൻ്റെ നാവിൻ തുമ്പത്തുനിന്ന് ആ പേര് വീണാലാണ്. അത് ശരിയല്ലേ? അല്ല, നിശ്ചയമായും ആരുടെ പേര് പത്മകുമാർ പറഞ്ഞാലും അന്വേഷണം അത്തരത്തിലേക്ക് വ്യാപിക്കും. പക്ഷെ അതിൻ്റെ തെളിവുകളുടെ കൂടി സാധ്യതകളുണ്ട്. ഞാൻ വളരെ കൃത്യമായിട്ട് ഇക്കാര്യത്തിൽ പറയുന്നു. കടകംപള്ളിക്ക് കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള നേരിട്ടുള്ള ഇടപെടലുകൾ ഉണ്ട് എന്നത് ഒരു തരത്തിലും ഞാൻ വിശ്വസിക്കുന്ന ഒരാളല്ല. എൻ്റെ ബോധ്യങ്ങളുടെ കൂടി അടിസ്ഥാനത്തിലാണ് ഞാനിത് പറയുന്നത്. വളരെ കൃത്യമായി ഇക്കാര്യത്തിൽ പത്മകുമാർ ആരായിരുന്നു ഈ ദൈവതുല്യൻ എന്നുള്ളത് പറയും. അത് പൊതുസമൂഹം ബോധ്യപ്പെടും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.